KPCC അധ്യക്ഷ സ്ഥാനം വേണമെങ്കിൽ കെ മുരളീധരൻ നൽകാമെന്ന് കെ സുധാകരൻ. താൻ അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങില്ല. മുരളീധരൻ വയനാട്ടിൽ മത്സരിക്കാനും യോഗ്യൻ. വയനാട്ടിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുലാണ്. തൃശൂരിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടിയെടുക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. വയനാടെന്ന് പറയാതെ അദ്ദേഹത്തിന്റെ തീരുമാനം വരാതെ ആലോചിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിന്റെ തീരുമാനം വരണ്ടേ? അതിന് രക്ഷയില്ല തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്തായാലും അതിന് അവരുടെ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണം തുടങ്ങി. എല്ലാത്തിനും ഫിറ്റാണ് അദ്ദേഹം. ഹി ഈസ് ഫിറ്റ് ഫോർ എവരി പോസ്റ്റ്. ബി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും, ഞങ്ങളുടെ വിശ്വാസമാണ്. KJ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, തൃശൂരിൽ സുരേഷ് ഗോപി മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ. അതിനുശേഷം മുരളീധരനെ അനുനയിപ്പിക്കാൻ പാർട്ടിയിൽ കുറെ നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് KPCC അധ്യക്ഷ സ്ഥാനം പോലും മുരളീധരന് നൽകാൻ തയ്യാറാണ് എന്ന് സുധാകരൻ പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദേവിക, തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ. പല നേതാക്കളും മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പലതവണ മുരളീധരൻ ഈ നേതാക്കളെ കാണാൻ വേണ്ടി ശ്രമം നടത്തുന്നില്ല. അതിനാൽ തന്നെയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വയനാട് സീറ്റുമായി ചർച്ച ഉയർന്നു വന്നിരുന്നു. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി ആവശ്യം പല കോണയിൽ നിന്ന് ഉയർന്നു വന്നു. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് മാധ്യമപ്രവർത്തകർ കെ സുധാകരനോട് ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് അദ്ദേഹം വയനാട്ടിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനാണ്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും. KPCC പ്രസിഡന്റ് ആവുവാൻ വരെ നിലവിൽ മുരളീധരൻ യോഗ്യനാണ്. പണ്ട് മുരളീധരൻ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ KPCC പ്രസിഡന്റായി മുരളീധരൻ നിയോഗിക്കും. താൻ ഈ ചുമതലയിൽ കടിച്ചു തൂങ്ങുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞിട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് VD സതീശനും മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷേ ഈ വയനാടിലെ സീറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അതിന്റെ ഒരു ആവശ്യമില്ലെന്ന രീതിയിലാണ് VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് രണ്ട് നിലപാടാണ്. സുധാകരൻ ഈ വയനാട് സീറ്റിനോട് മുരളീധരൻ മത്സരിക്കുന്നതിനെ യോജിക്കുമ്പോൾ, എന്നാൽ VD സതീശൻ അതിനെ പൂർണ്ണമായി തള്ളുന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും മുരളീധരനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് കൊഴുക്കുന്നത് നിലവിൽ. ശ്രീജിത്ത്, മുരളീധരൻ വയനാട്ടിൽ മത്സരിക്കാനും യോഗ്യനാണെന്ന് സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയാണ് അവിടെ തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുമ്പോഴും രാഹുൽ അത്തരത്തിലൊരു തീരുമാനം എടുത്താലും ഇനിയൊരു മത്സരത്തിന് താൻ ഇല്ല എന്ന് കെ മുരളീധരൻ പറയുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് നിലവിൽ കെ സുധാകരനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ താൻ ഇനി രാഷ്ട്രീയത്തിൽ പൊതുരംഗത്തില്ലെന്നും രാഷ്ട്രീയം നിർത്തുന്നതായും മുരളീധരൻ പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് ആ ഒരു മുതിർന്ന നേതാവിനെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ വേണ്ടിയാണ് നിലവിൽ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ മുരളീധരനെ കാണുമെന്നായിരുന്നു KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അത്തരം കാണാൻ ശ്രമിക്കുന്നില്ലെന്നും പല നേതാക്കളും മുഖേന അത്തരത്തിലൊരു ചർച്ച നടത്തുന്നുണ്ട്, മുരളീധരനെ അനുനയിപ്പിച്ച് വീണ്ടും കോൺഗ്രസിൽ സജീവമാക്കുവാൻ. പക്ഷേ നിലവിലെ അവസ്ഥയിൽ മുരളീധരൻ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്കെതിരെ മത്സരിച്ചിരുന്നു. ആ 2 തെരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്നോട്ട് പോയിരുന്നു. അതിനാൽ തന്നെ വലിയ ആശങ്കയിലാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടായി. അതിനാൽ തന്നെയാണ് പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുവാൻ മുരളീധരൻ തീരുമാനിച്ചത്. എന്നാൽ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമാണ്. മുതിർന്ന നേതാവ് കെ കരുണാകരന്റെ, മുൻ മുഖ്യമന്ത്രിയെല്ലാമായിരുന്ന അന്തരിച്ച കെ കരുണാകരന്റെ മകൻ ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നാൽ കോൺഗ്രസിനെ വലിയ തോതിൽ തന്നെ അത് ബാധിക്കുമെന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അതിനാൽ തന്നെയാണ് നിലവിൽ മുതിർന്ന നേതാക്കൾ എത്തി തന്നെ മുരളീധരനുമായി ചർച്ച നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ പല ഘട്ടത്തിലും ഇതിനുവേണ്ടി ചർച്ചയുമായി കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ എതിർക്കുന്ന രീതിയാണ് കെ മുരളീധരൻ സ്വീകരിക്കുന്നത്. അതിനാൽ തന്നെ വയനാട് സീറ്റ് നൽകിയാലും അവിടെ മത്സരിക്കുമോ എന്ന ചോദ്യമായി തന്നെ ബാക്കി നിൽക്കുന്നു. ശരി, വിവരങ്ങൾ നൽകിയത് KJ ശ്രീജിത്ത്.